ഇതില് വെച്ച് ഒന്ന് എടുത്ത് നോക്കാം എന്തിനാണ് കിട്ടണേന്ന് നോക്കിയാലേ ഉള്ളൂ. കട്ടായി കിട്ട് കിണ്ണോട് കിട്ടും. ഇട്ടല്ലേ അഭിനയിക്കാനായിട്ട് ഊരിന് വണ്ടി നിർത്തിയപ്പോഴാ ശീലായി പോയി. അഭിനയല്ലേ. അപ്പൊ ഇന്ന് ഡേറ്റ് 16 16 അതെന്തിനാ അഭിനയം? ബ്ലോഗിങ്ങിന് പറയണം. ഹലോ യൂട്യൂബിൽ അപ്ലോഡ് ഇപ്പൊ ഇരട്ടി കയറുന്നുണ്ട്. ഇന്നലെ ഗോകുലിലൂടെ പോയത് 15-ാം തീയതി, ഇന്ന് കമലേഷിലൂടെ 16-ാം തീയതി. അത്രേ ഉള്ളൂ. കമലേഷ് യാദൃശ്ചികമായി ഡാഡി എവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്കും അങ്ങനെ പുറത്ത് ചാടിയാ വീട്ടിൽ നിന്ന്. അല്ലെങ്കിൽ ചാടാൻ പറ്റില്ല അവന്. അതുകൊണ്ട് നമ്മൾ മീറ്റ് ചെയ്ത് മുത്തച്ഛനെ ഒന്ന് കണ്ട് ഉമ്മയെക്കൊണ്ട് ഈ വീഡിയോ സെൻസർ ചെയ്യുന്നതാണ് ഈ ഫോണിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പല ബന്ധങ്ങൾ തുടങ്ങി. രണ്ടറ്റവും മുറിഞ്ഞിരിക്കുകയാണ് രണ്ടുപേർക്ക്. അത് വലിച്ചു പൊട്ടിച്ച് കളയുകയില്ല. മാറ്റം കൊണ്ട് ഗിയറൊക്കെ കട്ടക്ക്. അത്ര കട്ട ഇത്തിരി കൂടിപ്പോയി. തിരിച്ച് വന്നിരിക്കുകയാണ്. കട്ട ഇത്തിരി കൂടിപ്പോയി. ട്രാൻസിഷൻ ആയിരുന്നു. ജംപ് കട്ട് കൊള്ളാം. ട്രാൻസിഷൻ കൊള്ളാം. സൂപ്പർ ട്രാൻസിഷൻ. നമുക്ക് യൂ ടേൺ എടുത്തിട്ട് ആ വഴി അങ്ങനെ വന്നാൽ മതിയായിരുന്നു. അവിടെ ലെഫ്റ്റ് കയറി അടിച്ച് പൊത്തിങ് എൻ്റെ വീടിൻ്റെ നടക്കൊണ്ട് നടന്നങ്ങ് ഇറങ്ങേണ്ടി വരും താഴോട്ട്. എനിക്ക് ആ വഴി ഒന്നുകൂടെ പോകണം. ഇവിടെ നിന്ന് വളയ്ക്കാം. ഫ്രണ്ട് വഴി ലെഫ്റ്റ് ഇവിടെ നിന്ന് യൂ ടേൺ എടുക്കാം. തിരിച്ചു പോകാം. നിന്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ MOT കൂടെ കറങ്ങി ഈ വഴി ഒന്നുകൂടെ വരാം. പെട്രോൾ ഡാഡി അടിച്ചിട്ട് ഇങ്ങോട്ട് കുഴപ്പമില്ല. എത്ര ഒരു കട്ട. അപ്പോൾ ഡാഡി നിന്നെ അടി. എനിക്കിതൊക്കെ നല്ല പേടിയാണ്. കണ്ട് ഒട്ടി ഫോട്ടൊന്നായി കട്ടക്കിരിക്കണം. നമ്മള് വ്ലോഗ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഡ്യൂറേഷൻ പയ്യെ കൂട്ടുകയാണ്. അതാണ് അപ്പൊ യാത്ര കണ്ടിന്യൂ ചെയ്യണം. നമുക്ക് ഇത്തിരി ഒരു റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ലെങ്ത് യാത്രയിലോട്ട് പറ്റിയ ഇല്ല ഒന്നും കിട്ടില്ല. ഒന്നും കിട്ടൂല. ഇരുട്ടാണ്. ഇവന്റെ ലൈറ്റിങ് മണ്ട കുഴപ്പമില്ല. കാര്യങ്ങൾ പിന്നെ വ്ളോഗിന്റെ വേറെ ഉദ്ദേശങ്ങൾ കാര്യങ്ങൾ വ്ളോഗ് ചെയ്യുന്ന 2 വ്ളോഗന്മാരെ കഥ പറയാനാണെങ്കിൽ വലിയ കഥയൊന്നുമില്ല. ഒരുത്തൻ ജോലിക്ക് കയറി 2 ദിവസം കൊണ്ട് അവിടെ ഞായറാഴ്ചയും പണിയെടുത്തിരിക്കുന്നു. വേറെ ഒരുത്തൻ വീട്ടിൽ ഇരുന്ന് ഇറുവണ്. മാനസികമായി ശാരീരികമായി ഇറുവണുണ്ട്. പക്ഷെ ശാരീരികമായുള്ള ഇറുക്കം അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷെ മാനസികമായി നല്ലോണം ഇറുവണുണ്ട്. മാനസികവും ഇമോഷണൽ ഇറുക്കവും മെന്റലി ഇമോഷണൽ ഇറുക്കം കൂടുതലാണ്. പിന്നെ വലിയ ചെലവൊന്നും ഇല്ലാത്ത ജീവിതം ആയതുകൊണ്ട് ഫിനാൻഷ്യൽ ഇറുക്കം ഇല്ല. ഇറുക്കങ്ങളുണ്ട്. അല്ല ഫിനാൻഷ്യൽ ഇറുക്കം ഉണ്ട്. സമയം ഇപ്പോഴതല്ല. ഇറുവേണ്ട സമയം ആയിട്ടില്ല. അടുത്ത മാസം പകുതിയൊക്കെ ആകുമ്പോഴാണ് ഇറുവാൻ പോണം. മുത്തുമോ ഒരു കാര്യം പറയാം. വ്ളോഗിൽ കൂടെ തന്നെ പറയാൻ മുത്തുമോ ഈ ബാങ്ക് കോച്ചിങ്ങിന് നാളെ തൊട്ട് പോവേണ്. അല്ല നാളെ ഒരു ഡെമോ ക്ലാസ് ഉണ്ട്. അപ്പൊ അത് പോയി അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അത് ക്ലാസ് എങ്ങനെയാണെന്നും അവരിതും കാര്യങ്ങളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് അവര് ബാച്ച് തുടങ്ങുമ്പോൾ വിളിക്കാം എന്നാണ് പറഞ്ഞത്. ഓൾമോസ്റ്റ് ആയിരിക്കണം. കാരണം ഡിസംബറിലെ ക്ലാസ് സ്റ്റാർട്ട് ആയി എന്നാണ് ബാങ്ക് കോച്ചിങ്ങിന് 4 മാസം ആണ് അവർ ടൈം പറയണത്. 4 മാസത്തേക്ക് 21. 4 മാസം 21. 4 മാസം ഇത് തന്നെ. പിന്നെ ടൈമിങ് പറഞ്ഞത് അത് വഴി തന്നെ 8 മണി തൊട്ട് 11 മണി 3 മണിക്കൂറുള്ളൂ. 8 മണി തൊട്ട് 1 മണി 5 മണിക്കൂർ. അപ്പോൾ അതിൽ 8 തൊട്ട് 10:30 വരെ ക്ലാസ് പഠിപ്പിക്കുകയും 15 മിനിറ്റ് ബ്രേക്കും. പിന്നെ 10:45 തൊട്ട് 1 മണി വരെ അതിൻ്റെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളും. ഇറുവണം.
ബാക്ക് ടു പഠിത്തം അതൊക്കെ ആകുമ്പോ ഇറുവാണ് എന്റെ ഉദ്ദേശം അറിയാലോ. പാടാവും, അതാണ് എന്റെ ഉദ്ദേശം അറിയാലോ. എനിക്ക് എന്റെ ഇറുക്കം ശരി, അത് പോയിട്ട് പിന്നെ പാട് തോന്നുന്നില്ല. ഇറുക്കൊന്നും ഓർമ്മ കാണില്ല, ഇറുക്കൊന്നൊക്കെ ഓർമ്മ കാണൂല. പുല്ല് അല്ല, ആ ഒരു ലിമിറ്റ് കഴിഞ്ഞ ചിലപ്പോ ഒന്ന് പോയിക്കള ഈ സാധനം. വീടൊക്കെ നോക്കുമ്പോ എന്റെ മോഹം ചുളുങ്ങനെ കാണാൻ പറ്റും കേട്ടോ. കണ്ണൊക്കെ റിയൽ ലൈഫ് കണ്ണ് നിറച്ചിലൊക്കെ കാണാം. ഇപ്പൊ ഫോൺ എടുത്ത് അടിക്കുന്നു. ക്യാമറ ഓണായ അപ്പം മൊത്തമോ 1 മണി വരെ ജോലിക്ക് പഠിക്കാൻ പോയിട്ട് സ്വിഗ്ഗി ഓടിയാലോ എന്നാലോചിക്കാണ്. അത് പഠിക്കാൻ ഇഷ്ടപ്പെടല്ലേ സ്വിഗ്ഗി ഓടണത്? സ്വിഗ്ഗി പട്ടി ഓട്ടോ ആയിരിക്കും, അലഞ്ഞ് അലയാൻ വേണ്ടിയാണ് ഓടണത്. സ്വിഗ്ഗി ആകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുമ്പോ നിർത്താം, വേണമെങ്കിൽ പോയാൽ മതി. ഭ്രാന്തെടുത്തിരിക്കുമ്പോ വണ്ടി എടുത്തോണ്ട് ഇറങ്ങി പോവാ എവിടെ വേണം. പിന്നെ സ്വിഗ്ഗി ഓടിയാല് ഈ നല്ല വരുമാനവും കിട്ടും. ആകാശിന്റെ ഇൻസ്പിറേഷൻ ചെയ്ത് നോക്കി എടുക്കണ്ട. അവൻ നല്ല ഉണ്ടാക്കിയെന്ന് പറഞ്ഞ എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞ അവൻ സ്വിഗ്ഗി ഓടിയപ്പോ 40,000 രൂപ ഉണ്ടാക്കിയത് ഫോൺ അങ്ങനെ എനിക്ക് പൈസ ലാഭത്തിനല്ല ഞാൻ ഓടണം ബ്രോ, പൈസ വേണം. കാരണം ജാനുവരിയിൽ എനിക്ക് പോകുമ്പോഴത്തേക്ക് ജാനുവരിയിൽ ഞാൻ പോവുകയാണെങ്കിൽ എനിക്ക് മാക്സിമം അവളെ കൊണ്ട് ചിലവ് നടത്തിക്കണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ജാനുവരി പകുതി വരെ ടൈം ഉണ്ടല്ലോ, മാറ്റങ്ങൾക്കുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. പിന്നെ അവളെ ചേച്ചി അവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ചേച്ചിയെ വിട്ട് ചേച്ചി ആഗ്രഹം കൊണ്ട് ചേച്ചി ഒന്ന് കാണണമെന്ന് ചേച്ചി എന്ന് പറയുന്നു. അപ്പം പറഞ്ഞ് എനിക്ക് 5 വീഴാം. അവർ നാളെ മറ്റന്നാൾ രാവിലെ 5 മണിക്ക് പോകും. അവിടെ ഷോപ്പിങ്ങിനും കാര്യത്തിനൊക്കെയാണ് പോയത്. അപ്പം അവൾ ആദ്യം പറഞ്ഞത് ഇപ്പം എനിക്ക് വരണം, നീ വരണതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞു. ഇപ്പം വരണ്ടെന്നുള്ളതിന് പിന്നീട് മാറാമെന്നുള്ളൊരർത്ഥമുണ്ട്. പിന്നെ ഞാൻ ഒന്നുകൂടെ എടുത്തു ചോദിച്ചപ്പോഴാണ് അവൾക്ക് വേവളവ് അവൾ നീ വരണ്ടടാന്ന് പറഞ്ഞത്. അല്ലാതെ ഞാൻ അങ്ങ് ചോദിക്കാതിരുന്നെങ്കിൽ അവൾ ഇങ്ങനെ കടുപ്പിച്ച് പറയൂലായിരുന്നു. പിന്നെ അവൾക്കിപ്പോൾ പ്രൈമറി വേണ്ട സ്പേസ് എന്നാണ് പറഞ്ഞത്. ശരി, അത് കൊടുക്കാം, അത് കൊടുത്തിട്ട് ബാക്കി അപ്പം നോക്കാം. ഈ അപ്പം നോക്കാമെന്നുള്ള മൈൻഡ് സെറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് സംസാരിക്കണമെന്നൊക്കെ അപ്പം തന്നെ നോക്കാമെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. എനിക്ക് ചേഞ്ച് വരുത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതപ്പോൾ അത് ചേഞ്ച് ആവുകയാണെങ്കിൽ അങ്ങനെ അതിനനുസരിച്ച് മൂവ് ഓൺ ചെയ്യണം. അവൾ പറഞ്ഞു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ നിനക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. നീ അത് ആദ്യം പഠിക്കുന്നു. പറ്റിയില്ലെന്നെങ്കിൽ അവൾ മൂവ് ഓൺ, അവൾ അന്നേ പറഞ്ഞിട്ടുണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മൂവ് ഓൺ ആവാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സിൻസിയറിറ്റി ഇല്ലെന്നല്ലടാ. അതല്ല, അവർക്ക് പറ്റുവാ, അതാണ് കുഴപ്പം. പെട്ടെന്ന് സ്വിച്ച് ആവാൻ പറ്റും. എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, നിനക്ക് എനിക്കറിയാം നിന്റെ എല്ലാമേ ഞാനാണെന്നുള്ള രീതിയിലാണ് നീ നിൽക്കുന്നത്. നിന്റെ എല്ലാമേ ഞാനാണെന്നുള്ള രീതിയിലാണ് നീ എന്നെ കാണണമെന്ന് എനിക്കറിയാം. അന്ന് അതെനിക്ക് പറഞ്ഞു തിരുത്തണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അന്ന് അത് ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ കൈൻഡ് എനിക്ക് ഇഷ്ടമായിരുന്നു ഒരു ലിമിറ്റ് വരെ. ഇപ്പൊ അത് ഓവറായി തുടങ്ങി. അതുകൊണ്ട് നിന്റെ അടുത്ത് അവക്ക് ഇപ്പൊ ഫീലിങ്സ് ഇല്ല ബ്രോ, മനസ്സിലായില്ലേ? അവക്ക് ഫീലിങ്സ് ഇല്ല. അവക്ക് ഫീലിങ്സ് ഇല്ല, ഫീലിങ്സ് ഉണ്ട്, പുറത്തോട്ട് ഇടാനുള്ള ആ ഒരു ഇതില്ല. ഓക്കെ, ഞാനായിട്ട് അവളെ ഫീലിങ്സ് ഹേർട്ട് ചെയ്ത് അവള് പച്ചയ്ക്ക് ഞാൻ ട്രിഗർ ചെയ്യുമ്പോഴാണ് അവള് തിരിച്ച് എന്നെ ട്രിഗർ ചെയ്യിക്കുന്നത്. അത് നിന്റെ വാക്ക് എന്നെ വേദനിപ്പിക്കും, നിന്റെ ആക്ഷൻസ് എന്നെ വേദനിപ്പിക്കും, നിന്റെ നോട്ടം എന്നെ ഇങ്ങോട്ട് ഞാൻ എനിക്ക് അറിഞ്ഞൂടെ. ഇപ്പം ഞാൻ ഒരു തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യം തെറ്റായിട്ട് തോന്നുകയാണെങ്കിൽ അയ്യോ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഇത് ഇന്നതാണ് ഉദ്ദേശിച്ചതെന്ന് പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമല്ലേ? ഉത്തരവാദിത്വം ഞാൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞപ്പോൾ റെസ്പോൺസിബിലിറ്റി ഇങ്ങനെ പറയും. ഞാൻ പറഞ്ഞ കാര്യം ഇങ്ങനെയല്ല ഞാൻ മീൻ ചെയ്ത്, നീ പറഞ്ഞിട്ട് നീ ഇങ്ങനെയല്ല മീൻ ചെയ്തിട്ട് പറയേണ്ട കാര്യമില്ല എന്നാണ് അവളും പറയണം. ശരിയാണ്, ഓക്കെ, അപ്പോഴേ മാറ്റി പറയേണ്ടതാണ് എൻ്റെ ശരി. അല്ലാതെ അവൾ പറഞ്ഞു നീ എപ്പോൾ വിളിച്ചാലും നിന്റെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് നീ വിളിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നിനും നീ വിളിക്കുന്നത്. ഒരർത്ഥത്തിലൊക്കെ നോക്കുമ്പോൾ അതും ശരിയാണ്. പിന്നെ
ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓരോടത്ത് ഞാൻ ഇങ്ങനെ അവൾ ഈ ബ്രേക്ക് എടുക്കണതിൻ്റെ കാര്യത്തെ പറ്റി പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു നമ്മളെപ്പോൾ തൊട്ടാ തുടങ്ങണേ. അപ്പോൾ എനിക്കതൊരു ഹാർഷായിട്ട് പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒന്നാ ടെക്സ്റ്റും കൂടെ അല്ലേടാ, എനിക്ക് ടെക്സ്റ്റിൽ എങ്ങനെയാണ് അവൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. കോളിലാണെങ്കിൽ എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ദേഷ്യപ്പെടണ്ടാന്ന്. ടെക്സ്റ്റിൽ കൂടെ ആയപ്പോൾ എനിക്ക് പിടുത്തപ്പെട്ടു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൾ അങ്ങനെ കയറിയിട്ട് സോ വെൻ ആർ വി ഗോണ സ്റ്റാർട്ട് ദിസ് ബ്രേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരുമാതിരി അവൾ പറഞ്ഞത് ഓക്കെ സോ ലൈക്ക് വെൻ ആർ വി ഗോണ സ്റ്റാർട്ട് അങ്ങനെ ആയിരിക്കും അവൾ പറഞ്ഞത്. ആയിരിക്കാം, പക്ഷെ എനിക്ക് കേട്ടത് അങ്ങനെയല്ല. വെൻ ആർ വി ഗോണ സ്റ്റാർട്ട്, എപ്പോൾ അതും തുടങ്ങി കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തിനാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കയറാൻ പറ്റില്ല. യൂ ടേൺ എടുക്കാം. അങ്ങോട്ടൊക്കെ പോയാൽ ഇങ്ങോട്ട് എത്തില്ല. രാവിലെ എൻ്റെ വീട്ടിൽ ജോലിക്ക് പോയതാ. നല്ല കോണത്ത് കൊലത്തും കൂടെ ക്യാരി അടിക്കാൻ ഇടിക്കട്ടെ. വെട്ടി വെച്ചിട്ട് നാലായിട്ട് കൊണ്ടുപോകും. കാര്യങ്ങൾ കിടപ്പ് നോക്കാം, നമുക്ക് ഭരണത്തിച്ച് കാണാം. അതേ ഉള്ളൂ. നമുക്കൊന്നും ഇപ്പോഴെ വെച്ച് മൈൻഡിലൊന്നും ഇച്ചിരി ചെയ്യാൻ പറ്റൂല. പിന്നെ ഞാൻ ഇങ്ങനെ ചോദിച്ചടേ ഒരു കാര്യം, അത് ഇപ്പൊ വേണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. നിനക്ക് എന്നെ മിസ് ചെയ്തോന്ന് ചോദിച്ചു. ചെയ്ത് കാണുമായിരിക്കാം. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞില്ല, ഒരിക്കൽ പോലും ഇല്ല. അതൊരുമാതിരി ജെന്യുവിനിറ്റി ഇല്ലാത്ത ഇല്ലായിരുന്നു എനിക്ക് കേട്ടിട്ട്. ഇല്ല അങ്ങനെ ഒരു ഇപ്പം എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കി ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ പറയും എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു തരണം, എനിക്ക് എല്ലാത്തിനും ആൻസർ പറഞ്ഞു തരാനില്ല, അതല്ല ഇതില്ല. ശരിയാണ്, ചിലപ്പോൾ എനർജി ഇല്ലായിരിക്കും. എനിക്ക് അവൾ എനർജി എടുക്കുന്നവരെ ഇങ്ങനെ നിൽക്കാം.